നെക്സ്റ്റ് നമ്മൾ എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നുമാണ് വേണ്ടി പഠിക്കാൻ പോകണം. ഓക്കെ, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസിനെ കണക്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മളിനി അതെന്തൊക്കെയാണ് എന്നാണ് ഇനി നെക്സ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആർ കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് ദ സിമ്പിൾ പ്രൊപ്പോസിഷൻ ബൈ യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ എന്താണ്, രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻ, രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്, ബൈ യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഫോം എ ന്യൂ പ്രൊപ്പോസിഷൻ ഫ്രം ടു ഓർ മോർ എക്സിസ്റ്റിംഗ് പ്രൊപ്പോസിഷൻ ആർ കാൾഡ് കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇത്ര കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. നമ്മുടെ കയ്യിൽ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഫോം ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കണക്റ്റീവ്സ് എന്നാണ്. അതിനുള്ള ഡെഫിനിഷനാണ് പറയുന്നത്. ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഫോം എ ന്യൂ പ്രൊപ്പോസിഷൻ ഫ്രം ടു ഓർ മോർ എക്സിസ്റ്റിംഗ് പ്രൊപ്പോസിഷൻ ആർ കാൾഡ് കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ ഉള്ള നമ്മുടെ കയ്യിലുള്ള പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു വലിയ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ പുതിയൊരു പ്രൊപ്പോസിഷൻ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഇവിടെ ബേസിക് ആയിട്ടുള്ള ഓരോ കണക്റ്റീവ്സിനെ പഠിക്കുകയാണ്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കണക്റ്റീവ്സ് എന്ന് പറയുന്നത് കൺജക്ഷൻ ആണ്. ആ കൺജക്ഷൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഡിസ്ജങ്ഷൻ ആണ്. ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ ഈ ഒരു സിമ്പൽ. ദെൻ നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് ഓറിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പൽ. ആൻഡ് അനദർ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നെഗേഷൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്, ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ നെഗേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, എന്താണ് കണക്റ്റീവ്സ് എന്ന് പറയുന്നതും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പഠിച്ചത്. അതായത് കൺജക്ഷൻ, ഡിസ്ജങ്ഷൻ, എക്സ്ക്ലൂസീവ് ഓർ ആൻഡ് നെഗേഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഓരോന്നിനെയും ഡീപ്ലി പഠിക്കുകയാണ്. എന്താണ് കൺജക്ഷൻ, എന്താണ് ഡിസ്ജങ്ഷൻ, അതിൻ്റെയൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് എഴുതുക, എന്താണ് എക്സാമ്പിൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ അടുത്ത സെക്ഷനിൽ പറയുന്നത് എന്താണ് കൺജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു പ്രൊപ്പോസിഷൻ, രണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, പിയും ക്യൂ എന്ന് പറഞ്ഞ്. ദ കൺജക്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആർ ഡിനോട്ടഡ് ബൈ പി ആൻഡ് ക്യൂ ഈസ് ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അത് എങ്ങനെ വായിക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്. ആ രണ്ട് പ്രൊപ്പോസിഷൻസിൻ്റെ കൺജക്ഷൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ ആയിട്ടാണ്. അതെന്ന് പറയുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ വായിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നു, ആ രണ്ട് പ്രൊപ്പോസിഷൻസ് ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗം അവിടെ പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണുള്ളത്. പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് പി സച്ച് ദാറ്റ് 9 ഗ്രേറ്റർ ദാൻ 4 ആൻഡ് ക്യൂ സച്ച് ദാറ്റ് 5 + 4 = 9 എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പ്രൊപ്പോസിഷൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കൺജക്ഷൻ ചെയ്ത് എഴുതുമ്പോൾ പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 9 ഗ്രേറ്റർ ദാൻ 4 ആൻഡ് 5 + 4 = 9 എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ. ഹിയർ പി ആൻഡ് ക്യൂ ആർ ദ ട്രൂ പ്രൊപ്പോസിഷൻ. പിയും ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ പ്രൊപ്പോസിഷൻസ്. കാരണം എന്താണ്, 9 ഗ്രേറ്റർ ദാൻ 4 അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, 4-നേക്കാൾ വലിയൊരു നമ്പറാണ് 9 എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ 5 + 4 = 9. 5 + 4 = 9 എന്ന് പറയുന്നത് എന്താ, 5 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 തന്നെ കിട്ടും. അപ്പോൾ രണ്ട് പ്രൊപ്പോസിഷനും എന്താണ്, പി എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രൊപ്പോസിഷൻ ആണ്, ക്യൂ എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രൊപ്പോസിഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതും ഈസ് ആൾസോ എ ട്രൂ പ്രൊപ്പോസിഷൻ. ഇത് ഓർത്ത് വെക്കണം, നമുക്കൊരു ടേബിൾ വാല്യൂസ് എഴുതാനുള്ളതാണ്. ആ ടേബിൾ വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി അതേമാതിരി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. പി എന്ന് പറയുന്നത് ദ എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ദ സൺ ഈസ് കോൾഡ്. ഓക്കെ, ഇപ്പോൾ രണ്ട് പ്രപ്പോസിഷൻ എടുത്തു നമ്മൾ. പി എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ദ എർത്ത് ഈസ് റൗണ്ട് എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നത് ദ സൺ ഈസ്
കോൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ദ എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ദ സൺ ഈസ് കോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ പ്രപ്പോസിഷൻ്റെ കാര്യം നോക്കാം. പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ പ്രപ്പോസിഷനാണ്. കാരണം എന്താണ്? എർത്ത് റൗണ്ട് ആണെന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആയിട്ടുള്ള ഒരു കേസാണ്. പക്ഷേ ദ സൺ ഈസ് കോൾഡ് എന്ന് പറയുന്നത്, സൺ ഈസ് കോൾഡ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല അല്ലേ, സണ്ണ് ഹോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺ ഈസ് കോൾഡ് എന്ന് പറയുന്നത് എന്താണ്? സൺ ഈസ് കോൾഡ് എന്ന് പറയുന്നത് ഒരു ഫാൾസ് പ്രിപ്പോസിഷനാണ്. അപ്പം നമുക്ക് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ വരുമ്പോൾ, അതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ, കൺജക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ടേ വരുള്ളൂ? ഒരു ഫാൾസ് പ്രപ്പോസിഷനായിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ട്രൂ പ്രപ്പോസിഷനും ഒരു ഫാൾസ് പ്രപ്പോസിഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൂ പ്രപ്പോസിഷൻ ആൻഡ് ഫാൾസ് പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ ഒരു ട്രൂ പ്രപ്പോസിഷനെയും അതുമാതിരി തന്നെ ഒരു ഫാൾസ് പ്രപ്പോസിഷനെയും നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് പി ആൻഡ് ക്യൂ എഴുതി ഒരു ന്യൂ പ്രപ്പോസിഷൻ ഫോം ചെയ്തു. അങ്ങനെ വരുന്ന ആ ന്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാൾസ് പ്രപ്പോസിഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് പറയുന്നത് ലെറ്റ് പി എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന പ്രപ്പോസിഷൻ 8 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ അല്ലേ. ഇപ്പോൾ 8 ഈസ് എ പ്രൈം നമ്പർ എന്ന് പറയുന്നത്, അപ്പോൾ അത് പി ആൻഡ് ക്യൂ എന്ന് എഴുതുമ്പോൾ എന്ത് വരും? 8 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇത് നമുക്ക് ഈ സിംഗിൾ ആയിട്ടുള്ള ഓരോ പ്രപ്പോസിഷൻസ് എന്താണ്? ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. അപ്പോൾ ഫസ്റ്റത്തെ പ്രപ്പോസിഷൻ നമ്മൾ എടുക്കുക പി എന്ന് പറഞ്ഞു, അത് ട്രൂ ആണോ നോക്കാം. 8 ഈസ് എ പ്രൈം നമ്പർ. 8 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല അല്ലേ. കാരണം എന്താ? 8നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്കത് എന്തല്ല, അതൊരു പ്രൈം നമ്പർ അല്ല അല്ലേ. ഇനി 15 എന്ന ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞാൽ എന്താണ്? ഇതിനെ 1ഉം ആ നമ്പറും അല്ലാതെ വേറെയും നമ്പേഴ്സും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പർ? 1 കൊണ്ട് പറ്റും, അതുമാതിരി തന്നെ 3 കൊണ്ട് പറ്റും, 5 കൊണ്ട് പറ്റും, അതുമാതിരി 15 അല്ലേ. ഇത്രയും നമ്പേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൂ പ്രപ്പോസിഷൻ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഫോൾസ് പ്രപ്പോസിഷനും സെക്കൻഡത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രപ്പോസിഷനാണ്. അതിൻ്റെ കോമ്പിനേഷൻ, അതായത് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു പ്രപ്പോസിഷൻ ഫോം ചെയ്ത് അത് എന്തുമായിരിക്കും? ഫോൾസ് പ്രപ്പോസിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പി ഈസ് എ ഫോൾസ് പ്രപ്പോസിഷൻ ആൻഡ് ക്യൂ ഈസ് എ ട്രൂ പ്രപ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ ദെയർ കൺജക്ഷൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഈസ് എ ഫോൾസ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ഏതാണ്? ഡൽഹി ഈസ് ഇൻ നേപ്പാൾ ആൻഡ് ക്യൂ സച്ച് ദാറ്റ് 15 + 11 = 10 എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 പ്രപ്പോസിഷൻസ് എടുത്തു. അപ്പോൾ അതിൻ്റെ കൺജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാം? പി ആൻഡ് ക്യൂ എന്ന് വരും ഡൽഹി ഈസ് ഇൻ നേപ്പാൾ ആൻഡ് 15 + 11 = 10 എന്ന് പറയുന്നത്. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? ഡൽഹി ഈസ് ഇൻ നേപ്പാൾ ആണോ? ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ അതൊരു ഫോൾസ് പ്രപ്പോസിഷനാണ്. അതുമാതിരി തന്നെ 15 + 11 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 26 എന്നാണ് കിട്ടുന്നത് അല്ലേ, വിച്ച് ഈസ് നോട്ട് = 10. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ =10 എന്ന് തന്നിട്ടില്ല. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോൾസ് പ്രപ്പോസിഷനാണ് അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും 2 ഫോൾസ് പ്രപ്പോസിഷനാണ്. അങ്ങനെ അത് 2 ഫോൾസ് പ്രപ്പോസിഷൻ ആയതുകൊണ്ട് ദെയർ കൺജക്ഷൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്തേ വരുള്ളൂ? ഫാൾസ് പ്രപ്പോസിഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്. ബോത്തിനും ട്രൂത്ത് വാല്യൂ പിൻ്റെയും ക്യൂവിൻ്റെയും ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഹാസ് ദ ട്രൂത്ത് വാല്യൂ ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് പി ഹാസ് ദ ട്രൂത്ത് വാല്യൂ ടി എന്ന് പറയുന്നത്. പിക്ക് ഒരു ട്രൂത്ത് വാല്യൂ ടി എന്നുണ്ട് ആൻഡ് ക്യൂവിന് ഒരു ട്രൂത്ത് വാല്യൂ എഫ് എന്നുണ്ടെങ്കിൽ പി ആൻഡ് ക്യൂ ഹാസ് ദ ട്രൂത്ത് വാല്യൂ എന്തിൻ്റെ വരിക? നമുക്ക് എഫ് എന്ന് പറയും അല്ലേ. ഇനി അതേമാതിരി തന്നെ പറഞ്ഞു ഇഫ് പി ഹാസ് ട്രൂത്ത് വാല്യൂ എഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പി ഫാൾസും അതുമാതിരി തന്നെ ക്യൂ ട്രൂ ആവാം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? പിക്ക് എഫും ക്യൂക്ക് ട്രീ ആണെങ്കിൽ അതിൻ്റെ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതിന് എന്തായിരിക്കും? ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. ഇനി രണ്ടും പിയും ക്യൂവും എന്താണ്? ഫോൾസ് പ്രപ്പോസിഷനാണ്. അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എഫ് ആണെങ്കിൽ പി ആൻഡ് ക്യൂ ഹാസ് ദ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുകയാണ് പി ആൻഡ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ആദ്യത്തെ കോളത്തിൽ പി എന്ന്, രണ്ടാമത്തെ കോളത്തിൽ ക്യൂ, അതിൻ്റെ മൂന്നാമത്തെ കോളത്തിൽ പി ആൻഡ്
ക്യൂ എന്ന് പറയും. അപ്പോൾ പിയും ക്യൂ എന്താണ് ട്രൂ ആവുന്ന കേസിൽ നമ്മൾ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ട്രൂ ആയിട്ട് മാറും. അതുമാതിരി തന്നെ പി ട്രൂവും ക്യൂ ഫോൾസ് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അതുമാതിരി പി ഫാൾസും ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആവുന്ന കേസിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഫോൾസ് പ്രിപ്പോസിഷനായിട്ട് മാറും. അതുമാതിരി രണ്ട് ഫോൾസ് ആവുന്ന കേസിൽ ഇതെന്തായിട്ട് മാറും? ഫോൾസ് പ്രിപ്പോസിഷനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് കൺജക്ഷൻ്റെ എന്താ പറയുക ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ടേബിളാണ്. ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺജക്ഷൻ എന്ന് പറയുന്നത്. അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. നമ്മൾ ഈ ലോജിക്കൽ വേർഡ് എന്ന് പറയുന്നത് ആൻഡ് എന്നുള്ളതിന് പകരം ചില സമയത്ത് ബട്ട് എന്ന് പറയുന്ന വേർഡ് കൂടി യൂസ് ചെയ്യാറുണ്ട്. അതൊരു കാര്യം. പിന്നെ നമ്മൾ പറയുന്നത് പി ആൻഡ് ക്യൂന്നോ അല്ലെങ്കിൽ ക്യൂ ആൻഡ് പി എന്നോ എഴുതി കഴിഞ്ഞാൽ, അതായത് കമ്പോണൻറ്റ് ഇത് അങ്ങനെ എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? സെയിം ആണ്. പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആൻഡ് പി ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷൻ ഡിനോട്ട് ചെയ്യുക, ഡിസ്റ്റിങ്ഷൻ്റെ കുറേ എക്സാമ്പിൾസ് പറയാം. അതിനുശേഷം ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണെന്ന് പറയാം. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദ ടു പ്രപ്പോസിഷൻ. പിയും ക്യൂ എന്താണ്? രണ്ട് പ്രപ്പോസിഷൻസ് ആയിട്ട് എടുത്തു. ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഡിനോട്ടഡ് ബൈ പി ഓർ ക്യൂ എന്നാണ്. ഓക്കെ, ദിസ് ദ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഓഫ് പി ഓർ ക്യൂ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താ ഡിസ്റ്റിങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഡിനോട്ടഡ് ബൈ പി ഓർ ക്യൂ ഈസ് ദ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് പ്രപ്പോസിഷൻസ് തന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നത് ഏത് വേർഡ് യൂസ് ചെയ്തിട്ടാണ്? ഓർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ്. കൺജക്ഷനിലാകുമ്പോൾ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്തത്? ആൻഡ് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? പി ഓർ ക്യൂ എന്നാണ്. അത് വായിക്കുക പി ഓർ ക്യൂ എന്നാണ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 5+8 is equal to 13 ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 13 ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിന് നമ്മൾ പി ഓർ ക്യൂ എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 5+8 is equal to 13 ഓർ 13 ഈസ് എ റാഷണൽ നമ്പർ. 13 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്ര ഇവിടെ എന്ന് പറയുന്നത് രണ്ടും കറക്റ്റാണ്. 5+8 എന്ന് പറയുന്നത് is equal to 13 ആണ്. അതുമാതിരി തന്നെ 13 എന്ന് പറയുന്നത് റാഷണൽ നമ്പറുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാണ്? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ്. P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇവിടെ 13 ഡിവൈഡ് ബൈ 1 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് അതെന്താണ്? റാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു പിയും ക്യൂ എന്താണ്? ട്രൂത്ത് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ വരിക? പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഹിയർ പി ആൻഡ് ക്യൂ ആർ ട്രൂ പ്രപ്പോസിഷൻ. അതുകൊണ്ട് പി ഓർ ക്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ മാറും? ട്രൂ പ്രപ്പോസിഷൻ ആയിട്ട് മാറും. ഇനി അടുത്തത് നോക്കിക്കേ, പി പറയുന്നത് 2+5y ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ക്യൂ എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത് 2+5y ഈസ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പി ഓർ ക്യൂ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? 2+5y ഈസ് എ കോംപ്ലക്സ് നമ്പർ ഓർ 2+5y ഈസ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്ന ആ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. ആ രണ്ട് സിമ്പിൾ പ്രപ്പോസിഷനെ നമ്മൾ ഓർ എന്ന വേർഡ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ പ്രപ്പോസിഷൻ എഴുതി. അതായിരുന്നു പി ഓർ ക്യൂ. പി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു 2+5y ഈസ് എ കോംപ്ലക്സ് നമ്പർ ഓർ 2+5y ഈസ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ p+2i ഈസ് എ കോംപ്ലക്സ് നമ്പർ. അതൊരു കറക്റ്റ് നമ്പറാണ്. കാരണം എന്താ? a+bi എന്ന് പറയുന്ന നമ്പേഴ്സാണ് എപ്പോഴും എന്ത് വരുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് വരുന്നത് അല്ലേ? ഇപ്പോൾ റിയൽ നമ്പേഴ്സ് പറയുമ്പോൾ ഐ എന്ന് പറയുന്ന ഒരു ടേം റിയൽ നമ്പേഴ്സ് ഒന്നും നമ്മൾ പറയുന്ന സമയത്ത് ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1 2 എക്സെട്ര അപ് ടു 5 1 2 3 4 5 അങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അതുമാതിരി തന്നെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് -1 -2 -3 എക്സെട്ര ആൻഡ് 0 എന്ന് പറയുന്നത്. പിന്നെ പോയിന്റ് നമ്പേഴ്സ് P/Q എന്ന് പറയുന്ന നമ്പേഴ്സ്, അങ്ങനെ റൂട്ട് വരുന്ന നമ്പേഴ്സ്, അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ കൂടെയും കളക്ഷനാണ് നമുക്ക് എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 2+5y എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് ഒരിക്കലും റിയൽ നമ്പർ വരില്ല. സോ PQ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു ഫോൾസ് പ്രപ്പോസിഷനാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് ട്രൂ പ്രപ്പോസിഷനും ക്യൂ എന്ന് പറയുന്ന ഫോൾസ് പ്രപ്പോസിഷനായി. അങ്ങനെയാണെങ്കിൽ ദെയർ ഡിസ്റ്റിങ്ഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറി? ഒരു ട്രൂ പ്രപ്പോസിഷനായിട്ട് മാറി. മനസ്സിലായോ? അതായത് പി എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റും ക്യൂ എന്ന് പറയുന്നത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ അതിനെ ഓർ എന്ന് പറയുന്ന വേർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും?
ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് പി ഓർ ക്യൂ ഈസ് എ ട്രൂ പ്രപ്പോസിഷൻ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ലെറ്റ് പി ഈസ് ഈക്വൽ ടു 8. പി എന്ന് പറയുന്ന പ്രപ്പോസിഷൻ 8 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? പി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു 8 ഈസ് എ പ്രൈം നമ്പർ ഓർ 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. 8 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് ആൻഡ് 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയണം. ഇവിടെ പി എന്ന് പറയുന്നത് ഈസ് എ പ്രൈം നമ്പർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ? 8 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ അതൊരു ഫോൾസ് പ്രപ്പോസിഷൻ ആണ് അല്ലേ. ഇനി 15 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് അത് കറക്റ്റും ആണ് അല്ലേ. അപ്പോൾ പി ഇവിടെ എന്താണ്? ഫോൾസ് പ്രപ്പോസിഷൻ ആണ് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ ദെയർ ഡിസ്റ്റിങ്ഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈസ് എ ട്രൂ പ്രപ്പോസിഷൻ. പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രപ്പോസിഷൻ ആയിട്ട് ഇവിടെ മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇത്ര കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റിങ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പിയും ക്യൂവും പറയുന്ന 2 പ്രപ്പോസിഷൻസ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പറയാം? മൊത്തത്തിൽ നമ്മുടെ ആ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്, അതായത് പുതുതായിട്ട് ഫോം ചെയ്തെടുത്ത പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിട്ട് മാറും എന്ന് പറയും. ഇനി ലാസ്റ്റ് വേണ്ടി നമുക്ക് നോക്കാം. ലെറ്റ് പി എന്ന് പറയുന്നത് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 36. ക്യൂ എന്ന് പറയുന്നത് ദ ആംഗിൾസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻ ഈസ് എ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ആണെന്ന്. അതുമാതിരി തന്നെ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 360 എന്ന് പറയുന്നത്. അപ്പോൾ പി ഓർ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ദ സം of angles of a triangle which is equal to 360 or the angles between 2 parallel lines is a right angle എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ഓർ ദ ആംഗിൾ ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ഈസ് റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പി ഓർ ക്യൂ എഴുതി. ഇവിടെ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും ഫാൾസ് പ്രപ്പോസിഷൻ ആണ് അല്ലേ. എന്തുകൊണ്ടാണ് ഫാൾസ് പ്രപ്പോസിഷൻ ആയത്? പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞത്? ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ച ഈ 3 ആംഗിൾസും ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാക്സിമം വരാൻ പറ്റുള്ളൂ? 180 ഡിഗ്രി വരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 360 ഡിഗ്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഫോൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോൾസ് പ്രിപ്പോസിഷൻ ആണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ആംഗിൾസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ഇസ് എ റൈറ്റ് ആംഗിൾ എന്ന് പറയും. 2 പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഡസ് നോട്ട് കോയിൻസൈഡ് ഈച്ച് അതർ. അഥവാ രണ്ടും പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ദേ ഡസ് നോട്ട് ഈച്ച്, അതായത് അപ്പോൾ കോയിൻസൈഡേ ചെയ്യില്ല. അപ്പോൾ അതിങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ നമ്മളോട് അതായത് കൂട്ടിമുട്ടാതെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈൻസ് ആണ്. സോ അതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിൾ പറയാൻ പറ്റുമോ നമുക്ക്? ആ ലൈൻസ് രണ്ടും കൂടി ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ വേറെ ഒരു ആംഗിൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇവിടെ വേറൊരു ആംഗിൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഫോൾസ് പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ പിയും ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 ഫോൾസ് പ്രപ്പോസിഷനായി. പിയും ക്യൂവും ഫോൾസ് പ്രപ്പോസിഷൻ ആയി കഴിഞ്ഞാൽ അവയുടെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിട്ട് മാറും? ഫോൾസ് പ്രപ്പോസിഷനായിട്ട് മാറും. സോ ദാറ്റ് ഈസ് വി ഹാവ് ഡിസ്റ്റിങ്ഷൻ പി ഓർ ക്യൂ ഇസ് എ ഫോൾസ് പ്രപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ ജനറലി ആയിട്ട് പറയാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങളോട് എന്താണ് ഡിസ്റ്റിങ്ഷൻ എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം. ഡിസ്റ്റിങ്ഷന് കുറേ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അറിയണം. ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഡിസ്റ്റിങ്ഷൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇഫ് ബോത്ത് പി ആൻഡ് ക്യൂ ഹാവ് ദ ട്രൂത്ത് വാല്യൂ ട്രൂ. പിയും ക്യൂവും ട്രൂ ടി ആണെങ്കിൽ പി ഓർ ക്യൂ ഹാസ് ദ ട്രൂത്ത് വാല്യൂ ടി എന്ന് പറയുന്നത്. ഇനി അതേമാതിരി പറഞ്ഞു ഇഫ് പി ഈസ് ട്രൂവും അതുമാതിരി തന്നെ ക്യൂ ഈസ് ഫോൾസ് ആണെങ്കിൽ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ട്രൂത്ത് വാല്യൂ തന്നെ ഉണ്ടാവുക? ടി തന്നെ ഉണ്ടാവുക അല്ലേ. അതുമാതിരി തന്നെ തിരിച്ച് വരുമ്പോൾ പി എന്ന് പറയുന്നത് ഫോൾസും ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ടി ആയിരിക്കും. ഇഫ് പി ആൻഡ് ക്യൂ ഹാവ് ദ ട്രൂത്ത് വാല്യൂ ഫോൾസ് ദെൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഹാസ് ദ ട്രൂത്ത് വാല്യൂ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്ടാവുക? രണ്ടും ട്രൂ ആവുന്ന കേസിൽ ട്രൂ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ട്രൂ ആവുന്ന കേസിൽ നമുക്കത് എന്തായിട്ട് മാറും? ട്രൂ ആയിട്ട് മാറും. പിന്നെ 2 എണ്ണം ഫാൾസ് ആവുന്ന കേസിൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? ഫാൾസ് ആയിട്ട് മാറുള്ളൂ. സോ വി ക്യാൻ കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദിസ് ഡിസ്റ്റൻഷൻ ലൈക്ക് ദിസ് അല്ലേ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പി എന്ന് പറയുന്ന പ്രപ്പോസിഷനും ക്യൂ എന്ന് പറയുന്ന പ്രപ്പോസിഷനും എടുത്തു. അതിൻ്റെ പി ഓർ ക്യൂ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇപ്പോൾ പി ട്രൂ ക്യൂ ട്രൂ ആകുമ്പോൾ എന്താ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അതുമാതിരി പി ട്രൂവും ക്യൂ ഫോൾസും ആവുന്ന സമയത്ത് പി ഓർ ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ട്രൂ ആയിരിക്കും. പി ഫോൾസും
ക്യൂ ട്രൂ ആവുന്ന കേസിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് പി ഓർ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് മാറും, ട്രൂ ആയിട്ട് മാറും. ആൻഡ് രണ്ടും ഫാൾസ് ആവുന്ന സമയത്ത് പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആയി മാറും. സോ കൺസ്ട്രക്ട് എ ട്രൂത്ത് ടേബിൾ ഫോർ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഏതാണ്, ഈ ഒരു ടേബിളാണ് എഴുതി വെക്കേണ്ടത്. ഇപ്പോൾ ഇതും പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ അത്ര തന്നെയുള്ളൂ. ഇനി നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓർ ക്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഓർ പി. അതായത് പ്രൊപ്പോസിഷൻ എടുക്കുന്ന ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലൊന്നും വലിയൊരു വ്യത്യാസമൊന്നുമില്ല. പി ഓർ ക്യൂ എടുത്താലും ക്യൂ ഓർ പി എടുത്തു കഴിഞ്ഞാൽ എന്തുതന്നെയാണ്, സെയിം ആണെന്നാണ് നമ്മളോട് അവിടെ ഒരു റിമാർക്കായിട്ട് നമ്മളോട് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കണക്റ്റീവായിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഓർ എന്താണെന്നുള്ള മൂന്നാമത്തെ പഠിക്കും. അപ്പോൾ ലെറ്റ് പി ആൻഡ് ക്യൂ ആർ ദ പ്രൊപ്പോസിഷൻ. നമ്മൾ എപ്പോൾ പറയുമ്പോഴും രണ്ട് പ്രൊപ്പോസിഷൻസ് ആണെന്ന് പറഞ്ഞു വെക്കണം അല്ലേ. നമുക്ക് പിയും ക്യൂയും എന്താണെന്നൊക്കെ നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും നമ്മൾ അത് എന്താണെന്ന് എടുത്ത് പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ പിയും ക്യൂവും വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ പി = 3 എന്നോ പി = 4 എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഓരോ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പി = വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വൃത്തിയാക്കി സ്പെസിഫൈ ചെയ്ത് മൂന്നാമത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു പ്രൊപ്പോസിഷൻ. പിയും ക്യൂ എന്ന് പറഞ്ഞ രണ്ട് പ്രൊപ്പോസിഷൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ എക്സ്ക്ലൂസീവ് ഓർ ഓഫ് പി ആൻഡ് ക്യൂ വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ പി, ഈ ഒരു സിമ്പൽ ഈസ് ദ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അതെങ്ങനെയാണ് വായിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. അതായത് പി ഓർ ക്യൂ ആവാം, പക്ഷെ അതെന്താവില്ല, ബട്ട് നോട്ട് ബോത്ത്, രണ്ടും കൂടി ഒരുമിച്ച് വരാൻ പറ്റില്ല. അത്രയും കണ്ടീഷൻ. ഓക്കെ, ഇപ്പം നമുക്കിനി കുറച്ച് എക്സാമ്പിൾസിലൂടെ വീണ്ടും പോവാം. ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് പി = പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ 9 > 4 ആൻഡ് ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ 5 + 4 = 9 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, 9 > 4 ഓർ 5 + 4 = 9 ബട്ട് നോട്ട് ബോത്ത്. അതായത് നമുക്ക് എന്താണ് 9 എന്ന് പറയുന്നത് 4-നേക്കാളും കൂടുതലുമാണ്. അതുമാതിരി തന്നെ 5 + 4 എന്ന് പറയുന്നത് = 9 ആണ്. രണ്ടും ഒരുമിച്ച് വരാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ 9 > 4 എന്ന് പറയാം, അല്ലെങ്കിൽ 5 + 4 = 9 ബട്ട് നോട്ട് ബോത്ത്, രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രൊപ്പോസിഷനാണ്, ക്യൂ എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രൊപ്പോസിഷൻസ് ആണ്. പക്ഷേ പി ഓർ ക്യൂ എന്ന് പറയുന്നത് പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത് എന്ന് പറയുന്നത്, അതായത് പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുന്നത്, ഇവിടെ ഫോൾസ് പ്രൊപ്പോസിഷനായിട്ടാണ് മാറുന്നത്. ശ്രദ്ധിക്കണം, പി എന്ന് പറയുന്നത് ട്രൂ ആണ്, ക്യൂ എന്ന് പറയുന്നതും ട്രൂ ആണെങ്കിൽ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഫോൾസ് പ്രൊപ്പോസിഷനായിട്ടാണ് ഈ ഒരു കേസിൽ നമുക്ക് മാറുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് ലെറ്റ് അടുത്തത് നമ്മൾ പി എന്ന് പറയുന്നത് 2 + 5i is കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 2 + 5i is റിയൽ നമ്പർ. എക്സ്ക്ലൂസീവ് ഓർ ആയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് 2 + 5i is എ കോംപ്ലക്സ് നമ്പർ ഓർ 2 + 5i is എ റിയൽ നമ്പർ ബട്ട് നോട്ട് ബോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ട്രൂ പ്രൊപ്പോസിഷനാണ്, ക്യൂ എന്ന് പറയുന്നതും പി ട്രൂ പ്രൊപ്പോസിഷനും ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് പ്രൊപ്പോസിഷനാണ്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഒരു ട്രൂ പ്രൊപ്പോസിഷൻ ആയിട്ട് മാറി. ഓക്കെ, ഇനി തിരിച്ച് വീണ്ടും ഇനി 8 അടുത്ത പ്രൊപ്പോസിഷൻ എന്താണ്, 8 is എ പ്രൈം നമ്പർ ആൻഡ് 15 is എ കോമ്പോസിറ്റ് നമ്പർ. ദെൻ പി ഓർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് 8 is എ പ്രൈം നമ്പർ ഓർ 15 is എ കോമ്പോസിറ്റ് നമ്പർ ബട്ട് നോട്ട് ബോത്ത് എന്ന് പറയുന്നത്. ഇവിടെ പി എന്ന് പറയുന്നത് ഫോൾസ് പ്രൊപ്പോസിഷനാണ്, ക്യൂ എന്ന് പറയുന്നതും ട്രൂ പ്രൊപ്പോസിഷനാണ്. സോ അതിൻ്റെ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറും, പി ഓർ ക്യൂ എന്ന് പറയുന്നത് ബട്ട് നോട്ട് ബോത്ത് എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രൊപ്പോസിഷനായിട്ട് മാറും. ഇനി അടുത്ത ലാസ്റ്റ് ഡെൽ ഈസ് ഇൻ നേപ്പാൾ ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 15 + 11 = 10. ഹിയർ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഡെൽ ഈസ് ഇൻ നേപ്പാൾ ഓർ ക്യൂ = 15 + 11 = 10 ബട്ട് നോട്ട് ബോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആണ്. അതുമാതിരി തന്നെ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, അതെന്ന് പറയുന്നത് എഗെയിൻ ഒരു ഫോൾസ് പ്രൊപ്പോസിഷൻ ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴാണ് മാത്രമാണ് ട്രൂ പ്രൊപ്പോസിഷൻ വരുന്നത്, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ വരുന്ന സമയത്ത് മാത്രം ട്രൂ പ്രൊപ്പോസിഷൻ, രണ്ടെണ്ണം ട്രൂ ആവുന്ന കേസിലും ഫോൾസ് ആണ്, രണ്ടെണ്ണം ഫോൾസ് ആവുന്ന കേസിലും നമുക്കിവിടെ എന്താണ്, ഫോൾസ് പ്രൊപ്പോസിഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് പി ആൻഡ് ക്യൂ ബോത്ത് ഹാവ് ദ ട്രൂത്ത് വാല്യൂ ടി, പിക്കും ക്യൂവിനും ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നതിന് എന്തായിരിക്കും, ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസ് ആവുന്ന കേസാണ് നമുക്ക് ഈ രണ്ടെണ്ണം പറയുന്നത്. ആ സമയത്ത് നമുക്ക് ട്രൂത്ത് വാല്യൂ
വാല്യൂ എന്ന് പറയുന്നത് രണ്ടിനും എന്തായിരിക്കും ടി ആയിരിക്കും. ഇനി രണ്ടെണ്ണം നെഗറ്റീവ്, അതായത് രണ്ടെണ്ണത്തിനും ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആവുന്ന കേസിൽ പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ ആസ് ദ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എഫ്, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എഫ് എന്നതായിട്ട് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് മാറിപ്പോകും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്, പി ആൻഡ് പി ക്യൂ, പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ രണ്ടും ട്രൂ ആവുന്ന കേസിൽ ഫോൾസ്, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആവുന്ന കേസിൽ എന്തായിട്ട് മാറും, ട്രൂ ആയിട്ട് മാറും. രണ്ടെണ്ണം ഫോൾസ് ആവുന്ന സമയത്തും അതെന്തായിട്ട് മാറും, ഫോൾസ് ആയിട്ട് മാറും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും റിമാർക്ക് വീണ്ടും ഒരു റിമാർക്ക് പറയുന്നത് എന്താണ്, പി എക്സ്ക്ലൂസീവ് ഓർ ക്യൂ എന്ന് പറയുന്നത് ക്യൂ എക്സ്ക്ലൂസീവ് ഓർ പി എന്ന് പറഞ്ഞാലും അത് സെയിം ആണെന്ന് പറയും. നമ്മുടെ ലാസ്റ്റത്തെ ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് പറയുന്നത് നെഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് പി ബി ദ പ്രൊപ്പോസിഷൻ. ഇവിടെ നമ്മൾ നെഗേഷൻ പറയുന്ന സമയത്ത് രണ്ട് പ്രൊപ്പോസിഷൻ പറയണില്ല, ഒരൊറ്റ പ്രൊപ്പോസിഷൻ മാത്രം. ലെറ്റ് പി ബി എ പ്രൊപ്പോസിഷൻ, ദ നെഗേഷൻ ഓഫ് പി വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ നെഗേഷൻ ഓഫ് പി ഓർ പി ബാർ, അങ്ങനെയുള്ളത്. അതായത് ഈ രണ്ട് സിമ്പിൾസുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈസ് ദ പ്രൊപ്പോസിഷൻ, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ദാറ്റ് ഓഫ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയുന്നത്, അതായത് ദ നെഗേഷൻ ഓഫ് പി ഈസ് ദ പ്രപ്പോസിഷൻ, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ദാറ്റ് പി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ എഴുതി വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് പി എന്ന് പറയുന്നത് August 15 in 1960 ഇസ് ഫ്രൈഡേ എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ദാറ്റ് August 15 1960 ഇസ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെഗേഷൻ തന്നെ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിയിൽ നമുക്ക് പറയാൻ പറ്റും, August 15 1960 ഈസ് നോട്ട് ഫ്രൈഡേ എന്ന് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തത്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്, ആൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എഴുതുമ്പോൾ നമ്മുടെ നെഗേഷൻ പി സിക്കോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ദാറ്റ് ആൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് എന്ന് പറയും. എല്ലാം പ്രൈം നമ്പേഴ്സ് എന്നല്ല, ഓഡെല്ലാം എന്ന് പറയും. അതിനെ ഒന്നുകൂടി നമ്മൾ ചെറുതാക്കിയിട്ട് പറയുമ്പോൾ എന്താണ്, സം പ്രൈംസ് ആർ നോട്ട് ഓഡ് നമ്പേഴ്സ് എന്നാക്കി പറഞ്ഞു. ഓക്കെ, സം പ്രൈംസ് ആർ നോട്ട് ഓഡ് നമ്പേഴ്സ് എന്ന് പറയണം. അപ്പോൾ നന്നായിട്ട് വേർഡ്സ്, ഇപ്പോൾ ഇവിടെ ആൾ പ്രൈംസ് ആർ ഓഡ് നമ്പേഴ്സ് എന്നായിരുന്നു, ഇവിടെ എഴുതിയപ്പോഴേക്കും അതെന്തായിട്ട് പറയും, സം പ്രൈം നമ്പേഴ്സ് ആർ നോട്ട് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ദാറ്റ് ആൾ പ്രൈം നമ്പേഴ്സ് ആർ ഓഡ് എന്ന് പറയും, ഓഡ് നമ്പേഴ്സ്. അങ്ങനെ തന്നെ നെഗേഷൻ എഴുതി പഠിക്കുക. മോർ കൺവീനിയൻ്റ്ലി ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിലോട്ട് കൂടി അതെന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ലെറ്റ് പി സം കോംപ്ലക്സ് നമ്പേഴ്സ് ആർ റിയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നെഗേഷൻ പറയുമ്പോൾ എന്താ പറയും, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ദാറ്റ് സം കോംപ്ലക്സ് നമ്പേഴ്സ് ആർ റിയൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ സം എന്നുള്ളത് മാറിയിട്ട് ആൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആർ നോട്ട് റിയൽ എന്നായിട്ട് മാറും. നമ്മളോട് ഇവിടെ പറഞ്ഞേക്ക് സം കോംപ്ലക്സ് നമ്പേഴ്സ് ആർ റിയൽ എന്നാണ്, അത് ആൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആർ നോട്ട് റിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി ഒരു 2-3 ഉണ്ട്, അതെന്ന് പറയുന്നത് സെയിം മാതിരിയാണ്, നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നോക്കുക, ഇഫ് പി ഹാസ് ദ ട്രൂത്ത് വാല്യൂ ടി ആണെന്ന് വിചാരിച്ചു, പ്രീ എന്ന് പറയുന്ന നമ്മുടെ പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ നെഗേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഫോൾസ് ആയിട്ട് മാറും. പി എന്ന് പറയുന്നത് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ നെഗേഷൻ എടുക്കുമ്പോൾ എന്ത് വരും, അത് ട്രൂ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ലോജിക്കൽ ടേബിൾ നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും, പി ആൻഡ് നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും, പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളിവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നാണ് പറഞ്ഞത്, അതായത് ഒരു കോമ്പൗണ്ട് പ്രപ്പോസിഷൻസിനെ, അതായത് രണ്ടോ അതിലധികമോ സിമ്പിൾ പ്രപ്പോസിഷനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഫോം ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കണക്റ്റീവ്സ് ആണ് നമ്മൾ ഈ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. കൺജക്ഷൻ, ഡിസ്റ്റങ്ഷൻ, എക്സ്ക്ലൂസീവ് ഓർ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 പഠിച്ച് ഈ 4 പഠിക്കുക, എന്താണെന്ന് പഠിക്കുക, അതിനൊക്കെ ഓരോ എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നതും കൺസ്ട്രക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ.